മുഗൾ കാലം തൊട്ടേ രാജ്യതലസ്ഥാനത്ത് അതായത് ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷം കെങ്കേമമായി നടന്നിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്ന ആരാധനാലയങ്ങളും ഇന്നുകൊണ്ട് ഡൽഹിയിലെ ചില ദേവാലയങ്ങളിൽ ഉറുദു കലർന്ന കരൾ ഗാനങ്ങൾ ഇപ്പോഴും ആലപിക്കുന്നു. വിവിധ സംസ്കാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാട് ഡൽഹിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അങ്ങ് മുഗൾ കാലത്തോളം നീളുന്ന ചരിത്രം. മുഗൾ കാലഘട്ടം മുതൽ ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ജസ്യൂട്ട് മിഷണറിമാരുടെ നേതൃത്വത്തിൽ അന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ അർമേനിയൻ വ്യാപാരികളും പോർച്ചുഗീസുകാരും ഡൽഹിയിലെത്തിയതോടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ മാറ്റുകൂടി. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നല്ല ക്രിസ്ത്യാനികൾ. അപ്പോൾ ക്രിസ്ത്യാനികൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ കൂടെ ഇവിടെ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തും തീർച്ചയായിട്ടും ഇവിടെ ക്രിസ്മസ് ആഘോഷിച്ചിരിക്കുന്നിരിക്കാം. തീർച്ചയായിട്ടും അന്നും ക്രിസ്മസ് ഒരു വലിയ ആഘോഷമാണ് ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ. അപ്പോൾ അന്ന് ആഘോഷിച്ചപ്പോൾ മറ്റുള്ളവരും അവരോടൊപ്പം ആഘോഷിച്ചിരുന്നിരിക്കാം എന്ന് വേണം അനുമാനിക്കാൻ. അന്ന് ഡൽഹിയിലെ പള്ളികളിൽ മാത്രം കേട്ടിരുന്ന പ്രത്യേകതയായിരുന്നു ഉറുദു കരോളുകൾ. ചരിത്രത്തിന്റെ ഓർമ്മ പുതുക്കൽ എന്ന പോലെ ഇന്നും ഡൽഹിയിലെ ചില പള്ളികളിൽ ഉറുദു കലർന്ന കരോൾ ഗീതങ്ങൾ ആലപിക്കാറുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ ബഡാഖാന എന്ന പേരിൽ വിരുന്നുകൾ സംഘടിപ്പിച്ചിരുന്നു. സമ്പന്നരും സാധാരണക്കാരും പങ്കെടുക്കുന്ന വിരുന്ന് ഡൽഹിയുടെ സാമൂഹിക ചരിത്രത്തിന്റെ കൂടി ഭാഗമായിരുന്നു. മുഗൾ ബിരിയാണിക്കൊപ്പം യൂറോപ്യൻ വിരുന്നുകാർക്കായി പാശ്ചാത്യ വിഭവങ്ങളും ഡൽഹിയിലെ തനത് കബാബുകളും ഷീർമാനുകളും ക്രിസ്മസ് വിരുന്നിൽ വിളമ്പി. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഗംഭീരമായ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നിരുന്ന കാശ്മീരി ഗേറ്റിന് സമീപം 1836 പണി കഴിപ്പിച്ച സെന്റ് ജെയിംസ് ചർച്ച് ഡൽഹിയിലെ ഏറ്റവും പഴയ പള്ളികളിലൊന്നാണ്. തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറിയതോടെ ആഘോഷങ്ങൾക്ക് പിന്നീട് നഗരപരിവേഷം വന്നു. കൊണാട്ട് പ്ലേസ് പോലുള്ള ഇടങ്ങൾ ക്രിസ്മസ് പരിപാടികൾക്കുള്ള സ്ഥലമായി മാറി. കനലടുപ്പും പുതപ്പും ഉപയോഗിച്ച കൊടും തണുപ്പിനെ പ്രതിരോധിച്ചുള്ള ഡൽഹിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച് കവി മിർസ ഖാലിബ് അദ്ദേഹത്തിന്റെ കവിതകളിൽ പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ ശൈത്യകാലത്ത് അതേ തണുപ്പിനെ പ്രതിരോധിച്ചു തന്നെയാണ് ഡൽഹിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24.